നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകണം. ശ്രീലങ്കയിൽ നാശം വിതച്ച് ഡിക്റ്റുവ ചുഴലിക്കാറ്റ്. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരണം 100 കടന്നു. 2 ലക്ഷം പേരാണ് ദുരന്തം അനുഭവിക്കുന്നത്. തമിഴ്നാട്ടിലും കനത്ത മഴയ്ക്കുള്ള പ്രവചനമുണ്ട്. ജാഗ്രതാ നിർദ്ദേശം പ്രത്യേകിച്ചും തീരദേശ ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് ശ്രീലങ്കൻ എയർവേസിൽ പുറപ്പെട്ട മലയാളികൾ അടങ്ങുന്ന സംഘം 48 മണിക്കൂറിലധികമായി കൊളംബോ എയർപോർട്ടിൽ കുടുങ്ങിയ നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് പാർവതി സത്യദേവനിലേക്ക് ഒന്ന് പോകണം തത്സമയ വിവരങ്ങളുമായി. പാർവതി, വളരെ പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത് ശ്രീലങ്കയിൽ അനുഭവിക്കുന്ന ദുരിതമാണ്. ശക്തമായ ചുഴലിക്കാറ്റുണ്ടായി, അത് വലിയ പേമാരിക്ക് വകവെച്ചു, തിരമാലകൾ ഉയർന്നു, 100ഓളം മരണങ്ങൾ എന്ന് പറയുമ്പോൾ സ്ഥിതി അതീവ ഗുരുതരമാണെന്നാണല്ലേ? രഞ്ജിത്ത്, ശ്രീലങ്ക വിറങ്ങലിച്ചിരിക്കുകയാണ്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് ഉണ്ടാക്കിയ വലിയ ദുരന്തത്തിൽ 100-ലധികം പേർ മരിച്ചു. ലാൻഡ്സ്ലൈഡിലും മണ്ണിടിച്ചിലിലും പ്രളയത്തിലുമായി ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. അതിൽ ഇവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. മരിച്ചവരുടെ എണ്ണം 100 കടന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. 2 ലക്ഷത്തിലധികം പേരാണ് ഈ ചുഴലിക്കാറ്റ് മൂലം ദുരന്തം അനുഭവിക്കുന്നത്. പലയിടങ്ങളും, ശ്രീലങ്കയുടെ മിക്കയിടങ്ങളും വെള്ളക്കെട്ടാണ്. പ്രളയവും മണ്ണിടിച്ചിലും ദുരിതം ഇരട്ടിയാക്കി. വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം തകർന്ന സ്ഥിതിയാണ്. നദികളിലെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. ഇതോടുകൂടി വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും ഒക്കെ രൂക്ഷമായ സ്ഥിതിയുണ്ട്. ഇപ്പോൾ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്ക് അടുക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് 50-ലധികം വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. സദേൺ റെയിൽവേയും നിരവധി ട്രെയിനുകൾ ക്യാൻസലാക്കിയിട്ടുണ്ട്. റോഡ് ഗതാഗതവും ഇന്റർനെറ്റും തടസ്സപ്പെട്ട നിലയിലാണ്. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരങ്ങൾ എന്നിവിടങ്ങളിലേക്ക് നാളെ ഈ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കൊടുങ്കാറ്റ് ഇതിനകം തന്നെ ശ്രീലങ്കയിൽ വലിയ നാശമാണ് വിതച്ചത്. ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ യോഗം ചേർന്ന് നില വിലയിരുത്തിയിട്ടുണ്ട്. സ്വീകരിക്കേണ്ട മുൻകരുതലുകളെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. മാനുഷികമായ സഹായവും ഈ ദുരന്തബാധിത ദ്വീപ് രാഷ്ട്രത്തിന് മാനുഷിക സഹായവും ദുരന്ത നിവാരണവും നൽകുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 12 ടൺ ടെന്റുകൾ, ടാർപോളിൻസ്, ബ്ലാങ്കറ്റ്, ഹൈജീൻ കിറ്റ്, അതുപോലെ തന്നെ ഭക്ഷണം എന്നിവയെല്ലാം കൊളംബോയിൽ എത്തിച്ചിട്ടുണ്ട്. ചെന്നൈ ഉൾപ്പെടെ 14 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. നാളെ പുലർച്ചയോടുകൂടി വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിലേക്ക് ചുഴലിക്കാറ്റ് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം. ഇവിടെ തമിഴ്നാട്ടിലുടനീളം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തഞ്ചാവൂർ, തിരുവാരൂർ, നാഗപട്ടണം, മയിലാടുംതുറ എന്നിവയുൾപ്പെടെ ഉള്ള ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. പുതുച്ചേരി തുറമുഖത്ത് 2ാം നമ്പർ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് സിഗ്നലും നൽകിയിട്ടുണ്ട്. ഈ തഞ്ചാവൂരും അരിയല്ലൂർ, പെരുമ്പള്ളൂർ, പുതുക്കോട്ടൈ, നാഗപട്ടണം, തിരുവാവൂർ, മയിലാടുംതുറ എന്നിവിടങ്ങളിൽ സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് സ്ഥിതി വിലയിരുത്താനായി. വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തൊട്ടടുത്ത ആന്ധ്രാ തീരങ്ങളും എന്നിവിടങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ തീരത്തേക്ക് ചുഴലിക്കാറ്റ് അടുക്കുന്നതിനാൽ തീരദേശ ജനത ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മത്സ്യബന്ധനം പാടില്ല. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. ആളുകളെ, ഈ ദുരന്ത ബാധിതരെ സ്കൂളുകളിലേക്കും മറ്റ് പൊതു ഷെൽട്ടറുകളിലേക്കുമാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. സ്കൂളുകളെല്ലാം അടച്ചിട്ടിട്ടുണ്ട്. ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. കൊളംബോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നേരത്തെ തന്നെ വ്യാപാരം നിർത്തിവെച്ചിട്ടുണ്ട്. 250-ലേറെ ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ശ്രീലങ്കയ്ക്ക് സഹായം നൽകുന്നുണ്ട്. ISNS വിക്രാന്ത്, INS ഉദയഗിരി എന്നിവ സഹായത്തിനായി ഇന്ത്യ വിട്ടു നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട്. 8 NDRF ടീം, അതായത് 240 പേരടങ്ങുന്ന 8 NDRF ടീമിനെ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായിട്ട് 60 പേരടങ്ങുന്ന സംഘമായി വിന്യസിച്ചിട്ടുണ്ട്. ഇവർ ഒപ്പം ഡോഗ് സ്ക്വാഡ് അടക്കമുള്ളവരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. ഏതായാലും വലിയ നാശമാണ് ശ്രീലങ്കയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ 26-ന് ശ്രീലങ്കയിൽ നിന്ന്, കൊളംബോയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരാനുള്ള യാത്രക്കാർ, 64ഓളം മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ദിവസങ്ങളായി കൊളംബോ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവർക്കായി ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് സഹായം ലഭ്യമാക്കിയിട്ടില്ലെന്നാണ് അവർ ന്യൂസ് 18-നോടക്കം പറഞ്ഞത്. ഇവർക്ക് ഭക്ഷണമോ മതിയായ വെള്ളമോ താമസ സൗകര്യമോ മരുന്നോ ഒന്നുമില്ല. പലരും അവശരാണ്. കുട്ടികളടക്കമുള്ളവർ ഈ സംഘത്തിലുണ്ടെന്നും പറഞ്ഞു. ഏതാനും ഇന്ത്യൻ എംബസി ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് മലയാളികൾ അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും സ്ഥിതി മറ്റ് രാജ്യങ്ങളും നിരീക്ഷിച്ചു വരികയാണ്. ശ്രീലങ്കയിലേക്ക് കൂടുതൽ സാഹചര്യം തുടരുക. ഈ സൗദിയിൽ നിന്ന് ശ്രീലങ്കൻ എയർവേസിൽ കൊളംബോ
കൊളംബോ വഴി ഇന്ത്യയിലേക്ക് വരാനിരുന്ന കേരളത്തിലേക്ക് വരാനിരുന്ന യാത്രക്കാരാണ് കുടുങ്ങിയത്. അവർ നമ്മളോട് സംസാരിച്ചിരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവരുടെ ആ സംഭാഷണത്തിലേക്ക് കൂടി ഒന്ന് പോകണം. എംബസി അടക്കം ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. അങ്ങനെ പല ദേശത്തു നിന്നും കൊളംബോയിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. 26-ാം തീയതി റിയാദിൽ നിന്ന് തന്നെ ഫ്ലൈറ്റിലേക്കായിരുന്നു. കുവൈറ്റുകാരും പറഞ്ഞു അവിടെ നിന്ന് ഫ്ലൈറ്റിലേക്കായിരുന്നു. അങ്ങനെ ഫ്രൈഡേ രാവിലെ ഏർലി മോർണിംഗിൽ കൊളംബോയിൽ റീച്ച് ചെയ്യേണ്ടതായ ഫ്ലൈറ്റ് സൈക്ലോണിന്റെ റീസൺ എന്നുള്ള കാരണത്താൽ വേറെ മട്ടല എന്ന് പറയുന്ന എയർപോർട്ടിലെത്തുകയും അവിടെ 3 മണിക്കൂറോളം റിയാദിൽ നിന്നുള്ള ഫ്ലൈറ്റുകാർ ആ ഫ്ലൈറ്റിനകത്ത് തന്നെ കുടുങ്ങിയിരിക്കുകയായിരുന്നു. ഞങ്ങളെ പുറത്തിറക്കിയിട്ടില്ല. ഏകദേശം 9:30 ലാൻഡ് ചെയ്ത ഫ്ലൈറ്റ് 12:30 ആയപ്പോൾ ആൾക്കാരായ ഞങ്ങളെ എല്ലാം വെളിയിലിറക്കുകയും ഞങ്ങൾക്ക് ഒരു എയർപോർട്ടിനകത്ത് തൽക്കാലം ഞങ്ങളെ അക്കോമഡേറ്റ് ചെയ്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നു. അത് കഴിഞ്ഞ ശേഷം അവർ പറഞ്ഞത് ബൈ റോഡ് നിങ്ങൾ കൊളംബോയിൽ പോകണം, അതിനുള്ള അറേഞ്ച്മെന്റ് അവർ ചെയ്ത് തരുന്നു. അത് പലരായി അതാണ് സാഹചര്യം. ഏതായാലും ഇവരെ സംസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അത് ഇന്ത്യൻ എംബസി അടക്കം നടത്തണമെന്നുള്ള ആവശ്യമാണുള്ളത്. വലിയ പ്രതിസന്ധിയിലാണ് അവർ കൊളംബോ എയർപോർട്ടിൽ കഴിയുന്നത്. മറ്റൊരു വാർത്ത, സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയുണ്ട്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളാണ് യെല്ലോ അലേർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത പ്രവചിക്കുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസം മുൻനിർത്തി സംസ്ഥാനത്ത് അതീവ ജാഗ്രതയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ് വരെയും, കോഴിക്കോട് ചോമ്പാല മുതൽ രാമനാട്ടുകര വരെയുമാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എവിടെ എന്ന ചോദ്യമാണ് ഇന്നലെ മുതൽ തന്നെ കേരളം ചർച്ച ചെയ്യുന്നത്. ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെയാണ് നൽകിയത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയ ആരോപണങ്ങൾ തള്ളി ഇപ്പോൾ യുവതി മൊഴി നൽകിയിരിക്കുന്നു എന്ന വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. 2024 ഓഗസ്റ്റ് 22-ന് വിവാഹിതയായ യുവതി 4 ദിവസം മാത്രമാണ് ഒരുമിച്ച് ജീവിച്ചത്. 1 മാസത്തിനുള്ളിൽ ബന്ധമൊഴിഞ്ഞു. രാഹുലുമായി പരിചയപ്പെടുന്നത് പിന്നീട് 5 മാസത്തിന് ശേഷമെന്നും യുവതി മൊഴി നൽകി. ശബ്ദരേഖ തൻ്റേതെന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിക്കുന്നുണ്ട്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരുകയാണ്. ഡാന്, ഈ രാഹുൽ അനുകൂലികളുടെ ഒരു വാദം, പ്രത്യേകിച്ച് രാഹുൽ ഈശ്വറൊക്കെ പറഞ്ഞു വെക്കുന്നൊരു കാര്യം, നമ്മൾ ഇന്നലെ നമ്മുടെ പ്രൈം ഡിബേറ്റിൽ തന്നെ ആ വാദം പൊളിച്ചിരുന്നു. വിവാഹിതയാണ് എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടത് എന്നാണ്. പക്ഷേ അത് പൂർണ്ണമായും രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തന്നെ പൊളിയുകയാണ്. രാഹുലിന് അറിയാമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഓരോ വാദങ്ങളായി പൊളിയുമ്പോൾ രാഹുലിൻ്റെ ഡിഫൻസ് അത് ഫലപ്രദമാകുന്നുവെന്ന് കരുതാൻ സാധിക്കില്ലല്ലോ. തീർച്ചയായിട്ടും അത്തരം സൂചനകളാണ് പുറത്തു വരുന്നത്. രാഹുലിന്റെ അനുകൂലികൾ മാധ്യമങ്ങളുടെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട ഈ പരാതി നൽകിയതിന് പിന്നാലെ യുവതിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യുവതി വിവാഹിതയായിരുന്നുവെന്നും ആ യുവതിക്ക് ഭർത്താവ് ഉണ്ടായിരിക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇങ്ങനെയൊരു അടുപ്പത്തിലേക്ക് വരുന്നതെന്നും ഒരേ സമയം രണ്ടുപേരെ ഇവർ വഞ്ചിച്ചിരിക്കുകയാണ് എന്ന തരത്തിലുള്ള പ്രചാരണമാണ് രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള രാഹുൽ അനുകൂലികളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഫയൽ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഈ വാദങ്ങൾ രാഹുലിന്റെ അഭിഭാഷകൻ തന്നെ വ്യക്തത വരുത്തിയിരിക്കുന്നത്. അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഈ യുവതി അടുക്കുന്നത് യുവതിയുടെ വിവാഹബന്ധത്തിൽ ചില ഉലച്ചിലുകളുണ്ട് എന്ന കാര്യം യുവതി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് പങ്കുവെക്കുന്നു. അങ്ങനെ ആ അസ്വാരസ്യങ്ങൾ പങ്കുവച്ചതിന്റെ പേരിൽ അവർക്കിടയിൽ ഒരു ആത്മബന്ധം ഉടലെടുക്കുന്നു. ആ ആത്മബന്ധം പിന്നീട് വളരെ ഒരു അടുത്ത ബന്ധമായി മാറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇങ്ങനെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ തന്നെ പരാമർശം. അവർക്കിടയിൽ ഒരു ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യവും കൃത്യമായി തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. അതേസമയം ഇതിൽ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ വിവാഹബന്ധം 1 മാസം മാത്രമാണ് നീണ്ടുനിന്നത്. 2024 ഓഗസ്റ്റ് 22-ന് വിവാഹം കഴിഞ്ഞ് 1 മാസം മാത്രമാണ് അവർ ഒരുമിച്ച് ഒരു ബന്ധം നിലനിന്നത്. അതിനുശേഷം അവർ വേർപിരിയുകയായിരുന്നു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് വേർപിരിയുകയായിരുന്നു. അതിനുശേഷം 5 മാസങ്ങൾക്ക് ശേഷമാണ് രാഹുലുമായി അടുപ്പത്തിലാകുന്നത് എന്നാണ് യുവതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ മൊഴി നൽകിയിരിക്കുന്നത്. ഈ കാര്യം രഹസ്യമൊഴിയായി നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റിന് മുമ്പിലും ആവർത്തിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ കേസിലെ സുപ്രധാനമായ ഒരു നീക്കത്തിലേക്ക് പോലീസും കടക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ട കാര്യം,
രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരമില്ല. കോയമ്പത്തൂരിലോ പാലക്കാടോ ഈ രണ്ട് സ്ഥലങ്ങളിൽ എവിടെയോ രാഹുൽ ഉണ്ട് എന്നൊരു നിഗമനത്തിലാണ് പോലീസുള്ളത്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച കോടതി ഫയലിൽ സ്വീകരിച്ചതിന് ശേഷം ഉണ്ടാകുന്ന നടപടിക്രമങ്ങൾ നോക്കി ആയിരിക്കും തുടർ നീക്കങ്ങൾ. അതല്ല എങ്കിൽ അതിനു മുമ്പ് തന്നെ ഒരു കടുത്ത നീക്കത്തിലേക്ക് പോലീസ് കടക്കുമോ എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും യുവതി നൽകിയിരിക്കുന്ന മൊഴിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന കൂടി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഈ ഗർഭചിത്രം നടത്തിയതിനു ശേഷം അശാസ്ത്രീയമായ തരത്തിൽ ഗുളികകൾ കഴിച്ച് ഗർഭചിത്രം നടത്തിയതിനു ശേഷം യുവതി വളരെ അവശനിലയിലാകുകയും രക്തസ്രാവം അനിയന്ത്രിതമായതോടെ തലസ്ഥാനത്തെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടുകയുമാണ് ചെയ്തത്. ഈ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം പോലീസ് ആരംഭിച്ചതായാണ് ഇവർ. ഒരുപക്ഷെ സമയം ചോദിച്ചതിന് ശേഷം ഇന്ന് തന്നെ അത്തരം നീക്കങ്ങൾ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ വളരെ വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ മേൽനോട്ടം വഹിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം. അതാണ് സാഹചര്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയത് ഇന്നലെയാണ്. പക്ഷേ അതിൽ പറയുന്ന പല കാര്യങ്ങളും പൊളിച്ചുകൊണ്ടാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. അന്വേഷണ സംഘം ഇക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തും. മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് വിവരം. സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൽ മുനമ്പം സമരസമിതിയിൽ ഭിന്നത. സമരസമിതി തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തി. സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം 5 പേർ മാത്രം ചേർന്നെടുത്തതെന്നാണ് വിമത ചേരിയുടെ ആരോപണം. നാളെ മുതൽ പുതിയ സമരപ്പന്തൽ കെട്ടി സമരം തുടങ്ങുമെന്നാണ് പ്രഖ്യാപനം. മുനമ്പം തീരത്ത് താമസിക്കുന്ന ഏകദേശം 250ഓളം വരുന്ന കുടുംബങ്ങൾ കുഴുപ്പള്ളി, പള്ളിപ്പുറം വില്ലേജുകളിലായി കരമടച്ചു കഴിഞ്ഞു. പോക്കുവരവ് ചെയ്യുന്നതിന് വേണ്ടി കുഴുപ്പള്ളി വില്ലേജിൽ ഹെൽപ്പ് ഡെസ്ക് തുറക്കാമെന്ന് മന്ത്രി പി രാജീവിൽ നിന്നും ഭൂസമിതിക്ക് ഉറപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരാഹാര സമരം അവസാനിപ്പിക്കാൻ കമ്മിറ്റി തീരുമാനിച്ചത്. മഴയെ വകവെക്കാതെ ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം. ഇന്നലെ 90,000 ഭക്തർ മല ചവിട്ടി. രാവിലെ 6 മണി വരെ 14,000-ഓളം പേരാണ് വെർച്വൽ ക്യൂ വഴി പമ്പയിൽ പ്രവേശിച്ചത്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പ്രവേശിച്ചത്. സജീവ് സി വാര്യരുടെ റിപ്പോർട്ട്. രാവിലെ മുതൽ തന്നെ മഴയാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ ചാറ്റൽ മഴ രാവിലെ ആയപ്പോഴേക്കും തീർത്ഥാടകരെ ബുദ്ധിമുട്ടിച്ചു തുടങ്ങി എന്ന് നമുക്ക് വ്യക്തമാണ്. എങ്കിൽ പോലും മഴ വകവയ്ക്കാതെ തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. രാവിലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തീർത്ഥാടക പ്രവാഹമാണ്. ഇന്നലെ 95,000 പേരാണ് സന്നിധാനത്തേക്ക് എത്തിയത്. ഇന്ന് തീർത്ഥാടകർ രാവിലെ മുതൽ തന്നെ 4,000-നും 5,000-നും ഇടയിലുള്ള തീർത്ഥാടകരാണ് 18-ാം പടി കയറുന്നത്. തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ട് ഇല്ല എന്ന് പറയുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം. എപ്പടി ഇരിക്കും? நல்லா இருக்கு. மழை எல்லாம் இருக்கு இல்லையா? அதெல்லாம் ஒன்றும் இல்லை, சாமியை பார்த்தா போதும். என்ன டைமில் வந்திருக்கீங்க? நாங்களா காலைல ஒரு இந்த டைமில் வந்து காலைல ஒரு 5 மணிக்கு வந்தோம். 5 o'clock வந்தோம். ஏறும்போது எப்படி இருக்கு? நல்லா இருந்துச்சு. இந்த வாட்டி கொஞ்சம் கூட்டம் இல்லை, அதெல்லாம் சீக்கிரமாக ஏறிட்டோம். തിരക്കിൽ കുറവുണ്ട് എന്നാണ് തീർത്ഥാടകർ പറയുന്നത്. അതേസമയം കയറാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നു. എവിടുന്നാണ്? കണ്ണൂർ. എങ്ങനെയുണ്ട്? മഴ പ്രശ്നമുണ്ടോ? ഇല്ല. മഴ ബുദ്ധിമുട്ടിക്കുന്നില്ല? ഒന്നുമില്ല. തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടില്ല എന്നാണ് പറയുന്നത്. രാവിലെ മുതൽ മഴയുണ്ട്, മഴ തുടരുകയാണ്. അതേസമയം ഓരോ മണിക്കൂറിലും 4,000-നും 5,000-നും ഇടയിൽ പേർ കയറി എത്തുന്നുണ്ട്. പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകർക്കാണ് ബുദ്ധിമുട്ട് ഉണ്ടാകുക എന്ന് ദേവസ്വം ബോർഡ് അധികൃതർ അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പുല്ലുമേട് നിന്ന് വരുമ്പോൾ പലയിടങ്ങളിലും ചെങ്കുത്തായ ഇറക്കങ്ങളാണ്. അവിടെ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം തന്നെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും മഴയത്ത് വഴുക്കൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ പുലർത്തണം എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. അതോടൊപ്പം തീർത്ഥാടകർക്ക് വെള്ളം, ലഘുഭക്ഷണം, അത്യധിക കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ഷെൽട്ടറുകൾ പമ്പയിൽ നിന്ന് നീലിമല വഴി വരുന്ന ആളുകൾക്ക് ഷെൽട്ടറുകളുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. എന്നാൽ സ്വാമിയപ്പൻ റോഡ് വഴി കടന്നു വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. മഴ നനഞ്ഞു തന്നെ വരേണ്ടി വരും. അതുപോലെ പുല്ലുമേട് വഴി വരുന്ന തീർത്ഥാടകർക്കും മഴ നനഞ്ഞെത്തേണ്ട സാഹചര്യമുണ്ട്. എങ്കിൽ പോലും തീർത്ഥാടനം സുഗമമായി നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ബാംഗ്ലൂരിൽ നിന്നും, അതുപോലെ കർണാടകത്തിൽ നിന്നും, അതുപോലെ ആന്ധ്രാപ്രദേശിൽ നിന്ന് തീർത്ഥാടകർ കൂടുതലായി എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പല അമ്പലങ്ങളിലൂടെ തീർത്ഥാടനം നടത്തിയാണ് ശബരിമലയിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് തുടർന്നുള്ള മണിക്കൂറുകളിലും മഴ ഉണ്ടെന്നാണ് പ്രവചനം. അതുകൊണ്ട്
തീർത്ഥാടകരുടെ പ്രവാഹം ഇതുപോലെ തന്നെ എന്നാലും തുടരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് സാഹചര്യം. മറ്റു വാർത്ത കർണാടകയിൽ നിന്നാണ്. കർണാടക കോൺഗ്രസിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നിർണായക ചർച്ച നടക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും കൂടിക്കാഴ്ച നടത്തുകയാണ്. അതായത് സിദ്ധരാമയ്യയുടെ വീട്ടിൽ ഔദ്യോഗിക വസതിയിൽ ശിവകുമാറിനെ ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് വിളിച്ചിരിക്കുകയാണ്. അത് ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ്. VR കാർത്തിക് വിവരങ്ങൾ പങ്കുവെക്കും. കാർത്തിക്, മഞ്ഞുരുക്കൽ എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് കർണാടകയിലെ പുതിയ സാഹചര്യത്തിൽ. പക്ഷേ അതിനുള്ള തീവ്ര ശ്രമം ഹൈക്കമാൻഡ് നടത്തുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ? രഞ്ജിത്ത്, എല്ലാ കണ്ണുകളും കർണാടക മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ കാവേരിയിലേക്കാണ്. ഇവിടെ ഉരുത്തിരിയുന്ന നിർണായക ചർച്ചകൾ കർണാടകയിൽ കോൺഗ്രസിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് ഒരു പരിഹാര ഫോർമുല അവിടെ ഉരുത്തിരിയുമോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിലുള്ള കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിയുന്ന തീരുമാനം എന്തായിരിക്കും? ഇതിനുശേഷം ഇരു നേതാക്കളും ഡൽഹിയിലേക്ക് പോകുമോ? ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ എങ്ങനെയായിരിക്കും? എന്തായിരിക്കും ഒരു പ്രശ്നപരിഹാര ഫോർമുല? ഇതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിലും ഏറ്റവും ഒടുവിൽ സിദ്ധരാമയ്യയുടെ മകൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനം മാറുന്നതിനെ സംബന്ധിച്ച് യാതൊരു നിർദ്ദേശവും ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊരു പ്രതികരണമാണ് സിദ്ധരാമയ്യയുടെ മകൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അല്പസമയം മുമ്പ് DK ശിവകുമാർ JD ടാറ്റയെ അഭിസംബോധന ചെയ്തുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃപാടവം സുതാര്യമായിരുന്നു എന്ന തരത്തിലായിരുന്നു ഒരു ട്വിറ്ററിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ഘട്ടത്തിലെല്ലാം തന്നെ നേതാക്കളിടുന്ന പോസ്റ്റുകൾ വളരെ ശ്രദ്ധയോടെ തന്നെ ഡീകോഡ് ചെയ്യപ്പെടും. അത്തരത്തിൽ ഒരു ആളിനെ അദ്ദേഹത്തിൻ്റെ സുതാര്യതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു അഭിപ്രായം സിദ്ധരാമയ്യ എക്സിൽ പങ്കുവച്ചിരിക്കുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും ഒരു പരിഹാര ഫോർമുല ഉരുത്തിരിയുമോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകാൻ സിദ്ധരാമയ്യ തയ്യാറാകുന്ന ഒരു സൂചനകളും സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. നേരത്തെ തന്നെ CNN ന്യൂസ് 8ൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം ഈ കാലാവധി പൂർത്തിയാക്കുമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും താൻ തന്നെയായിരിക്കും ഈ പാർട്ടിയെ നയിക്കുക എന്ന തരത്തിലുമുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഈ സമാനമായ പ്രതികരണം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹം നടത്തിയത്. അതായത് ഹൈക്കമാൻഡ് എന്ത് പറയുന്നു അതനുസരിക്കും. അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ, അതായത് നേതൃമാറ്റം സംബന്ധിച്ച ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ സിദ്ധരാമയ്യ തയ്യാറായിട്ടില്ല. എന്തായാലും ഹൈക്കമാൻഡിൻ്റെ കൂടി ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് കർണാടകയിൽ തന്നെ ഇത്തരത്തിൽ ഒരു ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയത്. DK ശിവകുമാറും സിദ്ധരാമയ്യയും അവർ തമ്മിലുള്ള ഭിന്നതയുടെ ദൂരം ഇപ്പോൾ ഒരു മേശയ്ക്കപ്പുറവും ഇപ്പുറവും എത്തിയിരിക്കുന്നു. ഇനി പ്രശ്നപരിഹാരം ഉണ്ടാകുമോ? എന്തൊക്കെയായിരിക്കും ഫോർമുലകൾ? സ്വാഭാവികമായും നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതിലേറ്റവും പ്രധാനം 3 ഉപമുഖ്യമന്ത്രിമാരടക്കം സാധ്യമായ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാമെന്ന തരത്തിൽ DK ശിവകുമാർ ക്യാമ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു. അതായത് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുത്തുകൊണ്ടൊരു വിട്ടുവീഴ്ചയ്ക്കില്ല, അതിനപ്പുറത്തേക്ക് എന്ത് കാര്യവും അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നിരുന്നത്. സ്വാഭാവികമായും എതിർ ക്യാമ്പും ശക്തമായ നിലപാടിൽ തന്നെയാണ്. മുഖ്യമന്ത്രി പദം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമവായത്തിന് ഇല്ല എന്ന നിലപാടിലും. എന്തായാലും ഒരു മേശയ്ക്കപ്പുറവും ഇപ്പുറവും DK ശിവകുമാറും സിദ്ധരാമയ്യയും ഇരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുമോ? ഏത് ഭാഗത്ത് നിന്ന് വിട്ടുവീഴ്ചയുണ്ടാകും? നേരത്തെ തന്നെ 3 വർഷം പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്ന തരത്തിൽ സിദ്ധരാമയ്യ ക്യാമ്പിൽ നിന്ന് ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ അതിനൊരു വിട്ടുവീഴ്ചയ്ക്ക് DK ശിവകുമാർ തയ്യാറാകുമോ? അതല്ല എങ്കിൽ DK ശിവകുമാറിന് മുഖ്യമന്ത്രി പദം വിട്ടുകൊടുത്തുകൊണ്ട് ഒരു സമവായ ഫോർമുല ഒരു കാരണവശാലും സിദ്ധരാമയ്യ ക്യാമ്പ് അംഗീകരിക്കാൻ സാധ്യതയില്ല. പക്ഷേ എങ്കിൽ കൂടിയും എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന എന്തെങ്കിലും നിർദ്ദേശങ്ങളിൽ സിദ്ധരാമയ്യ വിട്ടുവീഴ്ച ചെയ്യുമോ എന്നതും ഉറ്റുനോക്കുകയാണ്. എന്തായാലും വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. കർണാടകയിൽ തന്നെ ഇതിനൊരു സമവായ ഫോർമുല ഉണ്ടാകുമോ? പ്രത്യേകിച്ച് കർണാടക നിയമസഭാ സമ്മേളനം ഡിസംബർ 8-ന് ആരംഭിക്കുന്നു. ഡിസംബർ 1-ന് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നു. അതിനു മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിൽ കോൺഗ്രസ് ഉണ്ടായ അഭിപ്രായ ഭിന്നത അത് വലിയ തോതിൽ BJP കർണാടകയിൽ ആയുധമാക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. സമൂഹ മാധ്യമങ്ങളടക്കം കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് BJPയുടെ AI വീഡിയോകളടക്കം പ്രചരിക്കുന്നു. അതായത് കസേരയ്ക്ക് വേണ്ടിയുള്ള കളി എന്ന തരത്തിൽ പലതരത്തിലുള്ള ആക്ഷേപഹാസ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ BJP വ്യാപകമായ പ്രചരണം നടത്തുന്നു. ഒപ്പം അവിശ്വാസ പ്രമേയം അടക്കം നിയമസഭയിൽ കൊണ്ടുവരാനുള്ള ആലോചനകൾ BJP ക്യാമ്പിൽ നടക്കുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കേണ്ടത് കോൺഗ്രസിന് അനിവാര്യമാണ്. സ്വാഭാവികമായും ഇന്ന് നടക്കുന്ന ഈ ചർച്ചയിൽ ഒരു പരിഹാര ഫോർമുല ഉരുത്തിരിയുമോ എന്നാണ് കന്നഡ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നതും. രഞ്ജിത്ത്, VR കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോകാം.
തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. വിജയിക്കാൻ പല അടവുകളും എടുത്ത് പ്രചരണത്തിൽ സജീവമാകുന്ന സ്ഥാനാർത്ഥികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ എതിർ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിലും ഭാഗമാകുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? അങ്ങനെ ഒരാളാണ് ഇടുക്കി നെടുങ്കണ്ടം പഞ്ചായത്തിൽ 4-ാം വാർഡിൽ ജനവിധി തേടുന്ന BJP സ്ഥാനാർത്ഥി ഗ്രീഷ്മ രാജേഷ്. ഫോട്ടോഗ്രാഫറായ ഗ്രീഷ്മ വിവിധ സ്ഥാനാർത്ഥികൾക്കായുള്ള പോസ്റ്ററുകൾ ഒരുക്കുന്നതിലും സജീവമാണ്. ഹൈറേഞ്ചിലെ ഫോട്ടോഗ്രാഫി രംഗത്തെ വനിതാമുഖമായ ഗ്രീഷ്മ ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങുന്നത്. ഇപ്രാവശ്യം ഒരു മാറ്റം ഞാൻ കൂടെ ഉണ്ടായിരിക്കും. ആ കാര്യത്തിൽ ഒരു വാക്ക് വ്യത്യാസം ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പ് കാലം ഫോട്ടോഗ്രഫി, ഡിസൈനിങ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് തിരക്കേറിയ കാലമാണ്. സ്ഥാനാർത്ഥിയാകാൻ BJP നിർദ്ദേശിച്ചപ്പോൾ തയ്യാറാവുകയായിരുന്നു. എന്നാൽ ജോലി പൂർണ്ണമായും ഒഴിവാക്കിയല്ല പ്രചാരണം. LDF-ലും UDF-ലും NDA-യിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കായി പോസ്റ്ററുകളും നോട്ടീസും ഫ്ലെക്സും ഒക്കെ ഗ്രീഷ്മ തന്നെയാണ് തയ്യാറാക്കുന്നത്. രാഷ്ട്രീയം ഏതാണെങ്കിലും തൊഴിലുമായി ഇതിനെ കൂട്ടിയോജിപ്പിക്കാനില്ലെന്നാണ് ഗ്രീഷ്മയുടെ നിലപാട്. ദിവസേന സ്റ്റുഡിയോയിലെത്തുന്ന വിവിധ സ്ഥാനാർത്ഥികൾ നിർദ്ദേശിക്കുന്ന ഡിസൈനിങ് ജോലികൾ പൂർത്തീകരിച്ച് പ്രചാരണത്തിനിറങ്ങും. വർഷങ്ങളായി ഫോട്ടോഗ്രാഫി രംഗത്ത് ഉള്ളതിനാൽ വാർഡിലെ ജനങ്ങളെ നന്നായി അറിയാം. അതിനാൽ പ്രചാരണം എളുപ്പമാണെന്ന് ഗ്രീഷ്മ. BJPയുടെ നെടുങ്കണ്ടം പഞ്ചായത്തിലെ 4-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. അതിലുപരി എൻ്റെ വർക്ക് കളയാതെ, എൻ്റെ തൊഴിൽ കളയാതെ തന്നെയാണ് ഞാൻ ഈ പ്രവർത്തനത്തിലേക്ക് വന്നേക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ടാണ് പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അതുപോലെ മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം ഭാഗത്തിലുള്ള എല്ലാം UDF, LDF എല്ലാ സ്ഥാനാർത്ഥികളുടെയൊക്കെ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ പ്രചരണവും ഒക്കെ ആയിട്ട് നടക്കുന്നത്. രാവിലെയും വൈകിട്ടുമായാണ് വോട്ടർമാരെ വീടുകളിലെത്തി നേരിട്ട് കാണുക. പകൽ സമയം കൂടുതലായും ജോലിയുടെ തിരക്കിൽ. പ്രചാരണ ചുരുളാണെങ്കിലും മറ്റു മുന്നണി സ്ഥാനാർത്ഥികളുടെ അടക്കമുള്ള ജോലികൾ കൃത്യസമയത്ത് പൂർത്തീകരിച്ചു നൽകും. AKPA ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഗ്രീഷ്മ. ഫോട്ടോഗ്രാഫിയിലും സംഘടനാ പ്രവർത്തനത്തിലും സജീവം. ന്യൂസ് 18 ഇടുക്കി. കൊട്ടാരക്കര നഗരസഭയിലെ മുൻ ചെയർമാനെ ഇറക്കി LDF വാർഡ് തിരികെ പിടിക്കാൻ ശ്രമം നടത്തുമ്പോൾ സിറ്റിംഗ് വാർഡ് നിലനിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് BJP. എന്നാൽ ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇടത്തെ പ്രധാന വാർഡായതിനാൽ ഒരു പൂജാരിയെ രംഗത്തിറക്കി വാർഡ് പിടിക്കാനുള്ള ശ്രമം UDF-ഉം നടത്തുന്നുണ്ട്. വാർഡിന്റെ വികസന തുടർച്ചയ്ക്കും വാർഡ് നിലനിർത്താനുമായിട്ട് സിറ്റിംഗ് കൗൺസിലറെ തന്നെയാണ് BJP മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത്. വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വോട്ടാക്കി മാറ്റാം എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് സവിത വോട്ട് തേടിയെത്തുന്നത്. പ്രചരണം നന്നായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ 3-4 റൗണ്ടെല്ലാം വീട് പ്രചരണം കഴിഞ്ഞു. ആത്മവിശ്വാസത്തോടെ പ്രചരണം നടത്തുന്നു. ഒരാശങ്കയില്ല. കാരണം നമ്മൾ കഴിഞ്ഞ 5 വർഷം എല്ലാ വീട്ടിലും എല്ലാവരോടും ഒപ്പം നമ്മളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് എല്ലാവരുടെയും കൂടെ നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റി. സേവാഭാരതിയോടൊപ്പം ചേർന്ന് സാനിറ്റൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റി. അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടും ഈ 5 വർഷക്കാലവും ഓരോ വീട്ടിലും ഒരു അംഗത്തെ പോലെ തന്നെ നമ്മളുണ്ടായിരുന്നു. അപ്പോൾ ആ ആത്മവിശ്വാസത്തിലാണ് ഈ പ്രാവശ്യവും നിൽക്കുന്നത്. അവരുടെ വീട്ടിലെ ഒരു സഹോദരി അല്ലെങ്കിൽ മകള് എന്ന രീതിയിൽ എല്ലാവരും ചേർത്ത് നിർത്തുന്നുണ്ട്. LDF-ന് തുടർച്ചയായി വിജയങ്ങൾ സമ്മാനിച്ച കൊട്ടാരക്കര നഗരസഭയിലെ പ്രധാനപ്പെട്ട ഒരു വാർഡാണ് 29-ാം നമ്പർ ചന്ദ്ര വാർഡ്. കഴിഞ്ഞ ടൈമിൽ BJP സ്ഥാനാർത്ഥി 11 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഈ വാർഡ് സ്വന്തമാക്കിയത്. ഇക്കുറി ചന്ദ്ര വാർഡ് തിരികെ പിടിക്കാനായി LDF സ്ഥാനാർത്ഥി SR രമേശിനെയാണ് മുന്നിട്ട് ഇറക്കിയിരിക്കുന്നത്. കൊട്ടാരക്കര നഗരസഭയുടെ മുൻ ചെയർമാൻ കൂടിയാണ്. മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ധനമന്ത്രി KN ബാലഗോപാൽ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം അക്കമിട്ട് നിരത്തിയാണ് വോട്ടഭ്യർത്ഥന നടത്തുന്നത്. BJPയുടെ സിറ്റിംഗ് വാർഡ് അതിനുമുമ്പ് ഞാൻ ഇവിടെ മത്സരം ജയിച്ച വാർഡാണ്. ഏറ്റവും നല്ല ഭൂരിപക്ഷം ജയിച്ച വാർഡാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെറിയ ഒരു വ്യത്യാസത്തിലാണ് BJP ഇവിടെ ജയിച്ചത്. നിശ്ചയമായും അക്കാര്യത്തിൽ BJPയെ മറികടന്നുകൊണ്ട് ജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ പരിപൂർണ്ണ വിശ്വാസം. അപ്പോൾ നിശ്ചയമായും ഈ കഴിഞ്ഞ 5 വർഷക്കാരുടെ ഇടയ്ക്ക് 2 വർഷക്കാലം നഗരസഭയുടെ ചെയർമാൻ എന്ന ചുമതല നിർവഹിക്കാൻ വേണ്ടിയുള്ള കഴിഞ്ഞു. ആ ചുമതല ഏറ്റവും ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് പ്രതിദാനം ചെയ്യുന്ന പടിഞ്ഞാറ്റിങ്കര വാർഡ് അടക്കം എല്ലാ കൊട്ടാരക്കര നഗരസഭയിൽ പൊതുവായി എല്ലാ വികസന പ്രവർത്തനങ്ങളും സജീവമായ നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. UDF സ്ഥാനാർത്ഥിയായി RSPയിലെ S മോഹനനാണ് മത്സരരംഗത്തുള്ളത്. ക്ഷേത്രനഗരിയിൽ ഒരു പൂജാരി മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. വാർഡിലെ ഇടത് BJP ഭരണത്തിൻ്റെ വികസന മുരടിപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിക്കാനായി എത്തിയിരിക്കുന്നത്.
മെമ്പർമാർ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രാഷ്ട്രീയക്കാരനാവാൻ എനിക്ക് ഇനിയും സാധിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് കിട്ടി. എന്നിരുന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കാര്യം നമ്മുടെ ഫീൽഡല്ലായിരുന്നല്ലോ. എന്നിരുന്നാലും ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ്. തിരുമേനി പോലെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വരാറില്ല. എന്തായാലും തിരുമേനി വന്നല്ലോ. നമുക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഭയങ്കര സന്തോഷം, നല്ലൊരു പ്രതികരണം എനിക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ളൊരു ഒരു മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. മുനിസിപ്പാലിറ്റിയുടെ ആ ഭാഗത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം മാക്സിമം ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. ആ കാര്യത്തിൽ എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകും. എങ്ങനെയുണ്ട് ഒരു പ്രതികരണം? നല്ല സന്തോഷം. ഇറങ്ങിയെടുത്തെല്ലാം നല്ല പ്രതികരണം. തിരുമേനി കൂടെ നിൽക്കണേ, തിരുമേനി നമ്മൾ എന്ത് വിളിച്ചാലും തിരുമേനി വരണേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവരുടെ അടുത്തെല്ലാം ഞാൻ എപ്പോഴും കാണും. കൊട്ടാരക്കര നഗരസഭയിൽ ശക്തമായ മത്സരം നടക്കുന്ന ചന്ദ്ര വാർഡിൽ LDF പിടിച്ചെടുക്കുമോ അതോ BJP ഭരണം നിലനിർത്തുമോ? ഇതൊന്നുമല്ലാതെ RSP മുന്നേറ്റം കുറിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ആര് ജയിച്ചാലും വാർഡിൻ്റെ വികസനമാണ് ജനങ്ങൾക്ക് പ്രധാനം. എസ് വിനീഷ്, News 18 കൊട്ടാരക്കര. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.